അങ്ങനെ ഇന്ത്യ ഇതാ ഒരു പരമ്പര കൂടി അടിയറവ് വച്ചിരിക്കുന്നു. ഇതോടുകൂടെ ഒരുപാട് ചോദ്യങ്ങളാണ് ഗംഭീറിനും സെലക്ടർമാർക്കുമെതിരെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ IPL മികച്ച ഫോമിൽ കളിച്ച പല താരങ്ങളെയും വെട്ടിമാറ്റിക്കൊണ്ടാണ് ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടത്. IPL തന്നെ മികച്ച വിക്കറ്റ് വേട്ടക്കാരനായിരുന്ന ഭുവനേശ്വറിനെ പോലെയുള്ള പല താരങ്ങളെയും പരിഗണിച്ചില്ല. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മുന്നിൽ നിന്ന് നയിച്ചെങ്കിലും ഫലമുണ്ടാക്കാനായില്ല. അയർലാൻഡിനോട് ചരിത്രത്തിലാദ്യമായി 2-0 തോറ്റ് നാണം കെട്ടതെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിനോടും അതേ അവസ്ഥ തന്നെയാണ്. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചപ്പോൾ പിന്നീട് നടന്ന 3 മത്സരവും പരാജയപ്പെട്ട് പരമ്പര നഷ്ടമായിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് ഒരു T20 മാത്രം. കൂടാതെ 3 ഏകദിനങ്ങൾ കൂടി ഇന്ത്യ ഇംഗ്ലണ്ടിൽ കളിക്കാനിറങ്ങുന്നുണ്ട്. ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യയുടെ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചെത്തുന്നു എന്നുള്ളത് ഇന്ത്യക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. T20 മികച്ച റെക്കോർഡുള്ള ഇന്ത്യക്ക് തുടരെ 2 പരമ്പരകളാണ് നഷ്ടമായിട്ടുള്ളത്.